അദൃശ്യ ജ്ഞാനത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. അല്ലാഹു ജല്ല വഅല അല്ലാഹു അലീമുൻ ബിദാത്തി സുദൂർ, ഹൃദയാന്തര ഭാഗങ്ങളിലുള്ള കാര്യങ്ങൾ അറിയുന്നവനാണ് അല്ലാഹു തആല. അതിലാർക്കും തർക്കമില്ല. എന്നാൽ ആലിമുൽ ഗൈബി, അദൃശ്യം അറിയുന്നവൻ അല്ലാഹുവാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സൂക്തങ്ങളിൽ ഇതുപോലെയുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ മുസ്ലിം ലോകത്ത് തർക്കമേ ഇല്ല. എല്ലാ അദൃശ്യവും അറിയുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ അല്ലാഹു അവന്റെ ഈ അദൃശ്യ ലോകത്തെ കുറിച്ചുള്ള അറിവ് അവന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിലുമായി നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ നേരത്തെ പറഞ്ഞ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പ്രഖ്യാപനം സൂറത്തു ആൽ ഇംറാനിലെ 49-ാമത്തെ വചനം, റസൂലൻ ഇലാ ബനി ഇസ്രായീല, മഹാനവറുകൾ പറഞ്ഞല്ലോ, ഞാൻ അമ്പിയാക്കൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞതാണ്, ഞാൻ ബനൂ ഇസ്രായേലിയർക്കുള്ള പ്രവാചകനാണ്. റസൂലൻ ഇലാ ബനി ഇസ്രായീല അന്നി ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബികും അന്നി അഖ്ലുഖു ലക്കും മിന ത്വയ്യിനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. ആ ആയത്ത് അങ്ങനെ ഈസാ അലൈഹിസ്സലാം പറയുന്ന പ്രഖ്യാപനങ്ങളാണ്. അതിനുശേഷം ഈസാ നബി പറഞ്ഞു, വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതിനെയും നിങ്ങൾ ഭക്ഷണം കഴിച്ചതിനെയും കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈസാ അലൈഹിസ്സലാം പറയുകയാണ്, നിങ്ങളുടെ വയറ്റിലുള്ള ഭക്ഷണം, നിങ്ങൾ കഴിച്ച ഭക്ഷണം, അത് ഞാൻ നിങ്ങളുടെ വയറ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ച ഭക്ഷണം അല്ലെങ്കിൽ മറ്റ് വിഭവങ്ങൾ എന്താണോ അത് ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പരിശുദ്ധ ഖുർആനിൽ ഈസാ അലൈഹിസ്സലാം പറയുന്നതായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ നമ്മൾ കഴിച്ച ഭക്ഷണം വയറ് നോക്കി ഈസാ നബി അലൈഹിസ്സലാം പറയുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വീടുകളിൽ സൂക്ഷിച്ചു വെച്ച ആ വിഭവങ്ങൾ, വസ്തുക്കൾ, അത് ഇവിടെ വെച്ച് എന്ന് പറഞ്ഞാൽ സദസ്സിൽ വെച്ച് ഈസാ നബി അലൈഹിസ്സലാം പ്രഖ്യാപിക്കുമെന്ന് മഹാനവറുകൾ പറയുന്നതായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ മഹാത്മാക്കൾക്ക് ആവശ്യമെങ്കിൽ അദൃശ്യം പറയാൻ കഴിയും, അവരത് പറയും. അതാണ് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ അൽഭാഗമെന്നോവർ. അവിടുത്തെ മുരീദന്മാരോട് പറഞ്ഞതാ, വെളുത്ത കുപ്പിയുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് എങ്ങനെ കാണുന്നുവോ അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് എനിക്ക് കാണാൻ കഴിയും. എന്താ കാരണം? ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ വയറാകമെന്നോവർ. ഈസാ നബി മാല നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അങ്ങനെ ചൊല്ലുക, കുപ്പിയുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കാണുന്നത് പോലെ നിങ്ങളെ വയറ്റിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിച്ചത് എനിക്ക് പറയാൻ കഴിയുമെന്ന് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു. ഇത് ശിർക്കാകുന്നുണ്ടോ? ഇല്ലല്ലോ. അതെന്താ? അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് ഈസാ നബി എന്ന പ്രവാചകൻ അത് പറയുന്നു. എന്നാൽ അതുപോലെ തന്നെ അള്ളാഹു നൽകിയ വിലായത്ത് കൊണ്ട് ശൈഖ് ജീലാനി എന്നവരും അത് പറയുന്നു. സഹോദരങ്ങളെ, ഇത് അദൃശ്യമറിയുക അല്ലെങ്കിൽ മനസ്സിലുള്ളത് പറയുക, അറിയുക എന്നത് അള്ളാഹു മഹാത്മാക്കൾക്ക് നൽകും. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, സഹോദരങ്ങളെ, അതിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് 741 നമ്പർ ഹദീസിൽ നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ
ഹൽ തറൗന ഖിബ്ലതി ഹാഹുനാ വല്ലാഹി മാ യഖ്ഫാ അലയ്യ റുകൂഉകും വലാ ഖുശൂഉകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറയുകയാണ്, വല്ലാഹി മാ യഖ്ഫാ അലയ്യ റുകൂഉകും വലാ ഖുശൂഉകും. നിങ്ങളുടെ റുകൂഉം, അല്ലാഹുവിന്റെ റസൂൽ ഇമാമായി നിസ്കരിക്കുകയാണ്. റസൂൽ മുന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോ പുറകിലുള്ള സ്വഹാബികൾ ചെയ്യുന്നത് റസൂലുള്ളാഹി കാണുകയില്ല എന്ന് സ്വഹാബികൾ വിശ്വസിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാ, നിങ്ങൾ അങ്ങനെ കരുതണ്ട. വല്ലാഹി മാ യഖ്ഫാ അലയ്യ റുകൂഉകും, നിങ്ങൾ ചെയ്യുന്ന റുകൂഉ എനിക്ക് ഗോപ്യമല്ല. വലാ ഖുശൂഉകും, നിങ്ങളുടെ ഖുശൂഉം എനിക്കറിയാതിരിക്കുകയില്ല. ഖുശൂഉ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഭക്തിക്കാണ് ഖുശൂഉ എന്ന് പറയാം. അപ്പൊ ഹൃദയത്തിലുള്ളത് എനിക്കറിയാതിരിക്കുകയില്ല, ഞാൻ അറിയുന്നുണ്ട്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളെ അൽഭാഗമെന്നോവർ. ആ മാലയിൽ പറഞ്ഞതിന്റെ ആശയമാണ് ആരംഭ റസൂലുള്ളാഹി പറയുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഭക്തി, ഖുശൂഉ, അത് എനിക്കറിയാൻ കഴിയുന്നു, എനിക്കത് ഗോപ്യമല്ല. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, വഇന്നീ ലഅറാകും വറാഅ വഹരി, ഞാൻ ഖിബ്ലയിലേക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിലും പുറകിലൂടെ എനിക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരിയുടെ 741 നമ്പർ ഹദീസായി ഇതിൽ ഇവിടെ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ അല്ലാഹുവാണ് എല്ലാ അദൃശ്യവും അറിയുന്നവൻ എന്നത് ശരിയാണ്. അല്ലാഹുവിന്റെ അറിവോ അല്ലെങ്കിൽ ഇറാദത്തോ ഉദ്ദേശ്യമോ ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കുകയില്ല. എന്നാൽ അല്ലാഹു നൽകുന്ന കഴിവ് കൊണ്ട് മഹാത്മാക്കൾ, അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അദൃശ്യമറിയാൻ കഴിയും. അതാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത്. അതാണ് പരിശുദ്ധ ഖുർആനിൽ ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിക്കുന്നത്. അത് പ്രാമാണികമായി യാതൊരു തകരാറും ഇല്ല. അതാണ് നമ്മുടെ കാണാത്തതും അൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ. കണ്ണിന് കാണാത്തതും അൽഭാഗത്തുള്ളതും ഒക്കെ കണ്ണുകൊണ്ട് കണ്ടതുപോലെ ശൈഖ് ജീലാനി പറയുന്നു. ഇത് വെറുതെ അങ്ങ് പറഞ്ഞതല്ല, ചരിത്രം അതിന് സാക്ഷിയാണ്. ഹാഫിദുദ്ദഹബിയുടെ സിയർ അലാമിൻ നുബല എന്ന ഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ശൈഖ് ജീലാനിയുടെ കാലത്ത് ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, അബൂബക്കർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ശൈഖ് ജീലാനിയുടെ മജ്ലിസിനെ കുറിച്ച്, ശൈഖ് ജീലാനിയെ കുറിച്ച് അദ്ദേഹം ചില സംശയങ്ങളുമായി ശൈഖ് ജീലാനിയുടെ ഹദറത്തിലേക്ക് എത്തുകയാണ്. ശൈഖ് ജീലാനിയെ കുറിച്ച് അദ്ദേഹത്തിന് ചില സംശയങ്ങളുണ്ട്. അങ്ങനെ മഹാനവർകൾ ആ ശൈഖ് ജീലാനിയുടെ ഹദറത്തിലേക്ക് എത്തുന്നു. ദീർഘമായ ചരിത്രമാണ്, ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ല. ശൈഖ് ജീലാനി അവരുടെ മജ്ലിസിലേക്ക് അങ്ങ് എത്തുമ്പോഴേക്ക് മഹാനവർകൾ ആ ബഗ്ദാദിലുള്ള തന്റെ പള്ളിയിൽ വെച്ച് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ശൈഖ് ജീലാനി അവர்கள் പറഞ്ഞു, നമ്മുടെ വിശ്വാസം അത് സ്വഹാബത്തിന്റെയും സലഫു സ്വാലിഹുകളുടെയും വിശ്വാസമാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞ് ഈ അബൂബക്കർ എന്ന് പറയുന്ന പണ്ഡിതൻ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് തന്നെ ബഹുമാനപ്പെട്ടവർ ഇത് പറയുകയാണ്. അപ്പോ അബൂബക്കർ എന്ന ഈ പണ്ഡിതൻ എന്നെ കുറിച്ചാണോ, എന്റെ മനസ്സിലുള്ള വിഷയമാണോ ശൈഖ് ജീലാനി ഈ പറഞ്ഞത് എന്ന് അയാൾക്ക് മനസ്സിലൂടെ ഒരു കൊള്ളിയാൻ പിന്നി. അപ്പൊ അദ്ദേഹം കരുതി അതാവൂല, കാരണം ശൈഖ് ജീലാനി പ്രസംഗിക്കുകയല്ലേ, അപ്പോ ഞാനിവിടെ വരുന്നല്ലേ ഉള്ളൂ എന്ന് കരുതി അദ്ദേഹം സമാധാനിച്ചു. അദ്ദേഹം പള്ളിയുടെ ഉള്ളിൽ കയറി ഒരു തൂണിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നപ്പോ ശൈഖ് ജീലാനി ഈ അബൂബക്കർ ബിൻ ഉമർ എന്ന് പറയുന്ന വ്യക്തിയുടെ അരികിലേക്ക് ചൂണ്ടി നോക്കിക്കൊണ്ട് പറഞ്ഞു, നമ്മുടെ വിശ്വാസം അത് സ്വഹാബത്തിന്റെ വിശ്വാസം തന്നെയാണ് എന്ന് ഇദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഒന്നുകൂടി ബേജാറായി, പടച്ചോനെ എന്നെ കുറിച്ച് തന്നെയാണോ പറഞ്ഞത്, എന്റെ മനസ്സിലുള്ളതിന് മറുപടിയാണോ പറഞ്ഞത് എന്ന് ഈ അബൂബക്കർ എന്ന് പറയുന്ന ഈ
സംശയിക്കുകയാണ്. സഹോദരങ്ങളെ, അദ്ദേഹം എന്നിട്ട് മനസ്സമാധാനം കൊണ്ടു. അങ്ങനെ ആവൂല. അത് പ്രസംഗിക്കുന്നയാള് അന്നൽ വാഴുക അത് പ്രസംഗിക്കുന്നയാള് വലത്തേക്കും ഇടത്തേക്കും ഇങ്ങനെ തിരിഞ്ഞ് സംസാരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ആ രൂപത്തിൽ ഇങ്ങോട്ട് തിരിഞ്ഞതായിരിക്കും എന്ന് കരുതി ഇയാൾ മനസ്സിൽ കരുതിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഷെയ്ഖ് പറഞ്ഞു, ഷെയ്ഖ് ജീലാനി അയാളുടെ മുന്നിൽ ഷെയ്ഖ് ഈ അബൂബക്കർ എന്നവരിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, യാ അബൂബക്കർ, അല്ല നിങ്ങളോടൊന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ കാണാതായ ബാപ്പ നിങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഉടനെ പോയി വീട്ടിലേക്ക് ചെന്നു നോക്കൂ. താൻ പറയുന്ന ഈ അദൃശ്യം അത് ശരിയാണ് എന്നതിന് തെളിവ് കൂടി ഷെയ്ഖ് ജീലാനി പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളുടെ ബാപ്പ കാണാതെ 30 വർഷത്തോളം മുമ്പ് കാണാതായ പിതാവ് അവിടെ നിങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട്. നിങ്ങൾ വേഗം വീട്ടിലേക്ക് പോയിക്കോളൂ. ഈ മനുഷ്യൻ വല്ലാതെ ബേജാറായി. ഇയാൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി തന്റെ വീട്ടിലേക്ക് ഓടിയെത്തിയപ്പോ ആ കാണാതായ വ്യക്തിയെ, അതാ 30 വർഷമോ മറ്റോ മുമ്പ് കാണാതായ ആ വ്യക്തി തന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആരാത് പറയുന്നത്? ഇബ്നു തൈമിയുടെ ശിഷ്യൻ ഹാഫിളുൽ ദഹബി തന്റെ സിയർ അലാമിൻ നുബല എന്ന ഈ ഗ്രന്ഥത്തിൽ ഈ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു. അതാണ് നമ്മുടെ മാലയിൽ പറഞ്ഞത്. എന്ത്? കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. മുഹ്യിദ്ദീൻമാരിൽ പറഞ്ഞ ഈ കറാമത്തുകളൊക്കെ വളരെ റെഡിയാണ്, വളരെ സത്യവുമാണ്. അതുകൊണ്ട് ഔലിയാക്കളുടെ കറാമത്തുകൾ, ഇത്തരം കറാമത്തുകൾ ആരും നിഷേധിക്കേണ്ടതില്ല. അതെല്ലാം പ്രമാണബദ്ധമാകുന്നു എന്ന് ചുരുക്കം.